മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി ഏറെ താഴേക്ക് പോയ ദിനങ്ങളായിരുന്നു കടന്നുപോയത്. വ്യാഴാഴ്ചയോടെ ചെറിയൊരു റീബൗണ്ട് ഉണ്ടെങ്കിൽ പോലും നിക്ഷേപകരുടെ ആശങ്കകൾ മായുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് സിഇഒ എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും നമുക്കറിയാം മാർക്കറ്റ് ഒറ്റയടിക്ക് വലിയ രീതിയിൽ 19,000 നിലവാരവും നഷ്ടപ്പെട്ട് സെൻസെക്സ് നിൽക്കുന്നു. ഏകദേശം 5,500 നിലവാരത്തിൽ നിഫ്റ്റി നിൽക്കുന്നു. പൊതുവെ മോശമായ ഒരു അവസ്ഥ. ഇനിയും വേറെ എന്തെങ്കിലും വരാനുണ്ടോ എന്ന് ആളുകൾ ചോദിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് താഴോട്ട് പോകാനാണ് ഓഹരികൾ എന്ന തരത്തിൽ വലിയ രീതിയിൽ ആളുകളുടെ സമ്പത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ കുടുങ്ങിക്കിടക്കുന്നു. ഈ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു ബെറ്റർമെന്റ് നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം? ഇപ്പോഴത്തെ രീതിയിൽ കറണ്ട് ലെവലിൽ നിന്നും ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല. സാധ്യത കൂടുതൽ ഒരു പുൾ ബാക്കിന് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ പുൾ ബാക്ക് ഇപ്പോഴത്തെ ഒരു ഇക്കണോമിക് ക്രൈസിസ് നിലനിൽക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു പുൾ ബാക്ക് പോലും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ 5,850 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും എക്കണോമിക് ഡാറ്റകൾ വരണം, അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വേണം, അതല്ലെങ്കിൽ ഗ്ലോബൽ ഇക്കണോമിക് ന്യൂസുകൾ ഫേവറബിൾ ആയിട്ട് വരണം. അതല്ലാത്ത സാഹചര്യത്തിൽ മാർക്കറ്റ് 5,850 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു ബുള്ളിഷ് സോണിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് തിരിച്ചു വരവിനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അതും ഗ്രാജുവലി വൺ ടൈം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഗ്രാജുവലി മാർക്കറ്റ് ഒരു 200-250 പോയിന്റ്സിന്റെ ഒരു പുൾ ബാക്ക് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതിന് മുകളിലേക്ക് മാർക്കറ്റ് ഫർദർ പോകണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇക്കണോമിക് ഡാറ്റകൾ ആവശ്യമാണ്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഇക്കണോമിക് ക്രൈസിസ് നിലനിൽക്കുന്നു ഗ്ലോബലി, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. ആ ക്രൈസിസ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് 5,550 നിഫ്റ്റിയും അതുപോലെ 18,600 സെൻസെക്സ് നിൽക്കാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് വരാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ ക്രൈസിസ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ബാഡ് ന്യൂസുകളെല്ലാം തന്നെ ഡിസ്കൗണ്ട് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഒട്ടനവധി നെഗറ്റീവ് ന്യൂസസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തു പോകുന്നു. റുപ്പിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് RBI എടുത്ത മെഷർ ബാങ്കിങ് സെക്ടറിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചു. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൂടി നിൽക്കുന്നു. അതുപോലെ തന്നെ FISന്റെ വിഡ്രോവൽ, ഈ ഒരു റീസൺ കൊണ്ടാണ് FISന്റെ ശക്തമായിട്ടുള്ള വിഡ്രോവൽ. FIS ആണ് ഇന്ത്യൻ മാർക്കറ്റിനെ പലപ്പോഴും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ FISന്റെ ഒരു ഹ്യൂജ് വിഡ്രോവൽ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചു. അതുപോലെ തന്നെ കൂടി നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചൊരു ബേർഡൻ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ICICI ബാങ്ക് ഒരവസരത്തിൽ 1,980 ലെവൽ വന്നതിന് ശേഷമാണ് വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി നമ്മൾ കണ്ടു. 1,290 ലെവലിലേക്ക് പോയി. വീണ്ടും ബിലോ 1,000 ഒരു അട്രാക്റ്റീവ് വാല്യുവേഷൻ ആണെന്ന് പറയുമ്പോഴും ഇന്ന് 875 ICICI ബാങ്ക്. ഇപ്പോൾ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഈ ഒരു ഫോളിനുള്ള പ്രധാന റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ റീസൺസ് ആണ്. ആ ന്യൂസുകളെല്ലാം തന്നെ ഡിസ്കൗണ്ട് ചെയ്തു. മാത്രവുമല്ല, അതിനോടൊപ്പം നമ്മൾ വലിയ രീതിയിൽ മാർക്കറ്റ് സാമ്പത്തിക വിദഗ്ധർ എല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കാര്യം രഘുറാം രാജന്റെ വരവാണ്. കാരണം IAS കേഡറിനെ പൊതുവെ മിൻസ്ട്രീറ്റിൽ നിന്നും ആദ്യമായിട്ട് പടിക്ക് പുറത്തു നിർത്തിയിരിക്കുകയാണ്. മിൻസ്ട്രീറ്റിൽ അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ അധിപനായി അല്ലെങ്കിൽ അതിന്റെ RBI ഗവർണറായിട്ട് പുറത്തുനിന്നുള്ള ഈ കേഡറിന്റെ ഈ വൃത്തങ്ങളിൽ നിന്നും പുറത്തുനിന്ന് ഒരാൾ വരുന്നത് ചരിത്ര സംഭവമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ എല്ലാം, പ്രത്യേകിച്ചും സാമ്പത്തിക മാന്ദ്യം പ്രവചിച്ച ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് വലിയ ആദരവ് അദ്ദേഹത്തിന് രഘുറാം രാജനുണ്ട്. അദ്ദേഹം വരുന്നു. ആ പ്രഖ്യാപനം വന്ന ദിവസമാണ് രൂപ ഏറ്റവും അധികം സ്പോട്ട് മാർക്കറ്റിൽ താഴെ പോവുകയും ഈ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് തിരിച്ച് ആ രൂപ റിക്കവറി ചെയ്യുകയും ചെയ്തു. വ്യാഴാഴ്ച ദിവസവും റിക്കവറിയാണ് നമ്മൾ രൂപയിൽ കണ്ടത്. നമ്മുടെ ഒരു പാരമ്പര്യം പക്ഷേ എടുത്തു നോക്കിയാൽ മോണ്ടക് സിംഗ് ആലുവാലിയ, അരവിന്ദ് മായാറാം, D സുബ്ബറാവു, C രംഗരാജൻ, സാക്ഷാൽ മൻമോഹൻ സിംഗ്, P ചിദംബരം, ഇവരെല്ലാവരും വലിയ വലിയ ആളുകളും വലിയ ആദരവ് നേടുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ സമ്പത്ത്
ഘടനയുടെ കാര്യത്തിൽ വലിയ സാമ്പത്തിക വിദഗ്ധന്മാരായി കരുതപ്പെടുന്നവരാണ്. പക്ഷേ ഇവരൊന്നും ഉണ്ടായിട്ടും നമ്മുടെ ഇക്കണോമി തകരുന്നതല്ലാതെ ഈ 13-ാം മണിക്കൂറിൽ തീരുമാനങ്ങൾ എടുത്തതാണ്. ഇപ്പോൾ നമുക്കറിയാം രൂപയുടെ കാര്യത്തിൽ 57 ആയപ്പോഴും നമുക്കെല്ലാവർക്കും, ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് രൂപ വീണ്ടും താഴേക്ക് പോവുകയാണ്. അന്നൊന്നും കർശന നടപടികൾ എടുക്കാതെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി നടത്തിയിട്ട് 61-ലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവസാന നിമിഷം കൊണ്ടുപോയി ചില മാജിക് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ ഇപ്പോൾ റോഡിലെ കുഴികളുടെ കാര്യം പറയുന്ന പോലെയാണ്. മഴയെല്ലാം വന്ന് എല്ലാം പൊളിഞ്ഞതിന് ശേഷം അതിന് മുൻപ് നമുക്ക് ഈ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞതുപോലത്തെ ഒരു കൃത്യമാണ് ഇവർ പലരും ചെയ്തത്. അപ്പോൾ രഘുറാം രാജനും അങ്ങനെ ഒരു പാതയിലേക്ക് പോകാനുള്ള സാധ്യത, ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യൻ സ്ട്രക്ചർ അനുസരിച്ച് അങ്ങനെ പോകാനുള്ള സാധ്യത കൂടുതലല്ലേ? ഒന്ന്, സനൽ നേരത്തെ പറഞ്ഞ എല്ലാം ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് ആണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവരില്ല. ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ ലീഡർ അല്ല ഇവരൊന്നും. ഇവരെല്ലാം ഒരു ബ്യൂറോക്രാറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കാനുള്ള കറേജ് ഇവർക്കില്ല എന്നുള്ളതാണ്. രഘുറാം രാജനെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻസ് മിനിസ്റ്ററുടെ സ്ട്രോങ് സപ്പോർട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു വലിയൊരു പോസിറ്റീവായിട്ട് കാണുന്നു. അതെ. ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെൻട്രൽ മിനിസ്ട്രിയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ക്രൈസിസ് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടു, ഒരു ഭാഗത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നു, സെൻട്രൽ മിനിസ്ട്രി അവരുടെ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും യോജിച്ചെടുക്കേണ്ട പല തീരുമാനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായില്ല. എന്നാൽ ഇപ്പോഴത്തെ ക്രൈസിസ് എനിക്ക് തോന്നുന്നത് ഓവർകം ചെയ്യാൻ ഇനി വരുന്ന ഈ ഫൈനാൻസ് മിനിസ്റ്റർക്കും ഈ സെൻട്രൽ മിനിസ്ട്രിക്കും സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും മാർക്കറ്റിൽ ഈ വർഷം വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് മാർക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കിനി പെട്ടെന്ന് തന്നെ ഒരു 3 ഓഹരികൾ, ഈ 3 ഓഹരികളാണ് ഇൻവെസ്റ്റേഴ്സിനെ വലിയ രീതിയിൽ വലച്ചു കളഞ്ഞത്. പ്രധാനമായിട്ടും നമുക്കറിയാം മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, ഫിനാൻഷ്യൽ ടെക്നോളജി, അവരുടെ കീഴിലുള്ള നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ചിലുണ്ടായ പ്രശ്നങ്ങൾ, ഏകദേശം 5500 കോടി രൂപയുടെ പേയ്മെന്റ് ഡിഫോൾട്ട് നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കമ്മോഡിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനി വരുത്തിയതിനെ തുടർന്ന് അതിന്റെ മാതൃ കമ്പനിയായ ഫിനാൻഷ്യൽ ടെക്നോളജിയും അതിന്റെ മറ്റൊരു സ്ഥാപനമായ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന MCXലും വലിയ രീതിയിൽ ഇടിവ് കണ്ടു. ഏതായാലും MCX തുടർച്ചയായി ഫ്ലോർ ചെയ്തതിൽ നിന്നും ഒരല്പം മെച്ചപ്പെട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച അതിന്റെ സമഗ്രമായ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഈ 2 ഓഹരികൾക്ക് പുറമെ യെസ് ബാങ്കിൽ അവരുടെ കപൂർ കുടുംബത്തിൽ, റാണ കപൂറിന്റെ കുടുംബത്തിലുണ്ടായ തർക്കങ്ങൾ തീർന്ന് ഡയറക്ടർ ബോർഡ് പ്രശ്നങ്ങൾ, പുതിയ റാണ കപൂറിന്റെ ജ്യേഷ്ഠന്റെ മകൾക്കുള്ള അംഗത്വം കൂടി അംഗത്വത്തിന്റെ കാര്യത്തിലും സെറ്റിൽ ചെയ്യും എന്നുള്ള തരത്തിൽ വാർത്തകളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ 3 ഓഹരികൾ, കാരണം യെസ് ബാങ്ക് 500ന്റെ നിലവാരത്തിൽ നിന്ന് ഇപ്പോൾ 280ന്റെ ലെവലുകളിലേക്ക് വന്ന ഓഹരിയുമാണ്. ഇതിൽ യെസ് ബാങ്ക് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ബോർഡിലുണ്ടായ ചില ഇഷ്യൂസ്, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോഡിങ്, അത് പ്രൈവറ്റ് സെക്ടർ ബാങ്കിലും യെസ് ബാങ്കിലും മാത്രമല്ല ബാങ്കിങ് സെക്ടറിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു സെൽ ഓഫ് വന്നു. അതിൻ്റെ കൂടെ മാനേജ്മെന്റ് ലെവലിലുണ്ടായിരുന്ന ഇഷ്യൂസ് അതിന് ആക്കം കൂട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് യെസ് ബാങ്ക്. അപ്പോൾ തീർച്ചയായിട്ടും യെസ് ബാങ്കിന്റെ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ് ബാങ്ക് ഫണ്ടമെന്റലി വളരെ ശക്തമാണ്. ഇപ്പോഴും ഒരു ബൈ റെക്കമെൻഡേഷൻ നമുക്ക് നൽകാവുന്നതാണ്. ദെൻ MCXനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് 650ൽ നിന്നും ബിലോ 300ലേക്ക് മൂവ് ചെയ്തു. 6 മാസം സമയമാണ് ചോദിച്ചിരിക്കുന്നത് പേയ്മെന്റ് ക്രൈസിസ് ഓവർകം ചെയ്യാനായിട്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സ്റ്റോക്കിൽ നിന്നും മാറി. 2, ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്കിന് തിരിച്ചു വരവിനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു കുറച്ച് കാലതാമസം എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മാനേജ്മെന്റ് ലെവലിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോഡ് തന്നെയാണത്. അത് തീർച്ചയായിട്ടും FISന്റെ പാർട്ടിസിപ്പേഷൻ വരും ദിവസങ്ങളിൽ ആ സ്റ്റോക്കിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് വേണമെങ്കിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ് MCXൽ. FTയെ സംബന്ധിച്ച് സ്പോട്ട് എക്സ്ചേഞ്ച് ആണ് ഇവരുടെ 50% റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ FT ഇവിടെ ഒരു ഡിഫോൾട്ട് സംഭവിച്ച സ്ഥിതിക്ക് ഇത് FTയെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ വാല്യുവേഷൻ ഒരു ഡിസ്കൗണ്ട്, അതല്ലെങ്കിൽ ഒരു ഡീപ്പ് ഡിസ്കൗണ്ട് വാല്യൂവിലാണ് നടക്കുന്നത്. അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം അത്രത്തോളം നെഗറ്റീവ് ന്യൂസ് ഈ 2 സ്റ്റോക്കിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഫർദർ കുറച്ചുകൂടെ ക്ലാരിറ്റി ഇല്ലാത്ത സ്ഥിതിക്ക് ആ സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇപ്പോഴത്തെ രീതിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആ സ്റ്റോക്കിൽ നടത്താനുള്ള സാധ്യത കുറവാണ്. പിന്നെ വരാവുന്നത് ഓപ്പറേറ്റേഴ്സാണ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ എത്രയോ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും അവൈലബിൾ ആണ്.
ആ സ്റ്റോക്കിലേക്ക് മാറുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിനാൻഷ്യൽ ടെക്കിൽ കേരളത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു നിക്ഷേപം ഉള്ളതായി തോന്നുന്നില്ല. MCX-ൽ ഈയിടെ IPO വന്നതിന് ശേഷം ഏകദേശം MCX-ൽ കുറച്ചുണ്ടെന്നാണ് ഞാൻ ബ്രോക്കിംഗ് കമ്പനികളുമായിട്ട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലായത്. MCX അടുത്തൊരു കറക്ഷനോട് കൂടി വേണമെങ്കിൽ ഒരു റിസ്ക് എടുക്കാവുന്ന നിക്ഷേപകർക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ചെറിയ രീതിയിലെങ്കിലും ഓപ്പറേറ്റേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. 200 വരാനുള്ള സാധ്യത കുറവാണ്. ഒരു 240 260 എന്ന് പറയുന്ന ലെവലിൽ വന്നാൽ റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നെ ഇവർ മാനേജ്മെന്റ് എത്ര എഫക്റ്റീവായി ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നു അതിനെ ആശ്രയിച്ചായിരിക്കാം ഇതിന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത്. നമുക്കും തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. നമുക്ക് അജേഷിന്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. അദ്ദേഹം ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ രണ്ടും വലിയ രീതിയിൽ താഴ്ന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ 108 രൂപയ്ക്കാണ് ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ 309 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പിന്നീടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2294 രൂപയ്ക്ക് വാങ്ങിയിരുന്നു. വലിയ ഹയർ ലെവലിലാണ്. ടാറ്റ മോട്ടോഴ്സ് 291. ഇന്നലെ റിസൾട്ട് വന്നു. വലിയ രീതിയിൽ താഴേക്ക് പോകുന്ന പ്രതീക്ഷ അത്രത്തോളം താഴേക്ക് പോയില്ല എന്നതാണ് വാസ്തവം. പിന്നെ L&T ഏകദേശം 900-നും താഴെ വന്നിരിക്കുന്നു. ബിലോ 800 മൂവ് ചെയ്തിരുന്നു. ഇതിൽ ആദ്യം ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ മെറ്റൽ സെക്ടറിലെ കറക്ഷൻ്റെ സാധ്യത മാർക്കറ്റ് വാച്ച് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു പുൾ ബാക്ക് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാനാണ് സാധ്യത. 200 ബിലോ പോകുന്തോറും ടാറ്റ സ്റ്റീൽ അഗൈൻ ഒരു ബൈയിങ് ലെവലിലേക്ക് വരാം. 194 and 170 ഇപ്പോഴത്തെ ഈ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ 170 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. 240 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിൻഡാൽകോ 82 and 74 രണ്ട് മേജർ സപ്പോർട്ട് ലെവലാണ്. 74 വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. 82 മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ വരാം. ആ ഒരു ലെവൽ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 102 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നെക്സ്റ്റ് മൺഡേ റിസൾട്ട് വരുന്നു. മാർക്കറ്റ് ഒരു മോശം റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് സ്റ്റോക്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 1630 വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ താഴേക്ക് പോയിരുന്നു. എന്നാൽ ബുധനാഴ്ച വളരെ ഷാർപ്പായുള്ള റിക്കവറി കൊണ്ട് വീണ്ടും വ്യാഴാഴ്ച വളരെ ഷാർപ്പായുള്ള സെല്ലിംഗ് വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും മോശമായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് കോൾ പുട്ട് സ്ട്രാറ്റജി നന്നായിരിക്കും. അതല്ല ഒരു ബുള്ളിഷ് ഒരു ബെറ്റർ റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ മാർക്കറ്റ് മോശം റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ചെറിയ ബെറ്റർ റിസൾട്ട് NBA കുറയുകയും ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരികയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്മൂവ് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അതല്ല എങ്കിൽ കോളും പുട്ടും സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. വീണ്ടും ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജാഗോർ ലാൻഡ് റോവറിന്റെ ബെറ്റർ സെയിൽസ് ആണ് ഈ സ്റ്റോക്ക് ഈ ഒരു സെല്ലിങ്ങിൽ നിന്നും മാറി റിസൾട്ട് മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. എന്നാൽ വലിയൊരു സെൽ ഓഫ് വരാതിരിക്കാനുള്ള റീസൺ സെയിൽസ് ഇംപ്രൂവ്മെന്റ് തന്നെയായിരുന്നു. ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. 250-51 ലെവലാണ് സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് ഇപ്പോഴത്തെ രീതിയിൽ പരിഗണിക്കാവുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. 310 ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ലാർസൺ ആൻഡ് ടൂബ്രോ വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഈ ഒരു കറണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഒരു 200-250 പോയിന്റ്സിൻ്റെ ഒരു ബൗൺസ് ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ അതിനുശേഷം ബെറ്റർ ആയിട്ടുള്ള എക്കണോമിക് ഡാറ്റകൾ പുറത്തു വന്നില്ല എങ്കിൽ വീണ്ടും ഈ ഫോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 740 and 698 ആണ്. അടുത്ത ഒരു ഫോൾ സംഭവിക്കുകയാണെങ്കിൽ L&Tയുടെ റേറ്റ് ഈ ഒരു ലെവൽ വരെ മൂവ് ചെയ്യാനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. 900 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. പക്ഷേ സ്റ്റോക്കിൻ്റെ ബൈയിങ് റേറ്റ് ഹയർ വാല്യൂവിലാണ്. പക്ഷെ ഒരിക്കലും ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഹയർ വാല്യൂ ആണെന്ന് പറയാം. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും ഒരു ഹയർ വാല്യൂവിലല്ല ഈ സ്റ്റോക്കിൻ്റെ ബൈയിങ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റലി സൗണ്ടാണ്. അടുത്ത കറക്ഷനോട് കൂടി ഈ സ്റ്റോക്കിൽ വീണ്ടും ആവറേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഫണ്ടമെന്റലി എല്ലാ സ്റ്റോക്കും വളരെ സൗണ്ട് തന്നെയാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്കൊരു മോഡൽ പോർട്ട്ഫോളിയോ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറെ താഴ്ന്ന് കിടക്കുകയാണ് പല ഓഹരികളും. ഇപ്പോൾ പൊതുമേഖലാ കമ്പനികളിൽ വാങ്ങണോ എന്ന സംശയം പലർക്കും ഉണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മൾ തന്നെ മുൻപ് സെയിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 60 രൂപയ്ക്കും താഴെ പോകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അത് ഏകദേശം 40 രൂപ വരെ അത് താഴ്ന്നിരിക്കുന്നു. നമുക്കറിയാം അതിൻ്റെ ഫണ്ടമെന്റൽസും അതിൻ്റെ ബുക്ക് വാല്യൂവും എല്ലാം വെച്ച് പരിഗണിക്കുമ്പോൾ ആ ഓഹരി 100 രൂപയ്ക്ക് മുകളിൽ വളരെ എളുപ്പത്തിൽ പോവേണ്ട ഒരു ഓഹരിയാണ്. പക്ഷേ സർക്കാരിൻ്റെ ചില ഓഹരി വിറ്റഴിക്കൽ നയം അതും ഏറ്റവും താഴ്ന്ന വിലകളിൽ ഒക്കെ വെച്ചതുകൊണ്ടാണ് ഒരുപക്ഷെ സെയിലൊക്കെ ഈ ലെവലിലേക്ക് വന്നത്. ഈ സെയിൽ പോലെയുള്ള ഓഹരികൾ ഇനിയും വാങ്ങാമോ? ഒപ്പം
മറ്റ് ഏതെല്ലാം ഓഹരികളാണ് ഇപ്പോഴത്തെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണല്ലോ ഇപ്പോൾ വിപണി കടന്നു പോകുന്നത്? കാരണം വലിയ രീതിയിൽ താഴേക്ക് വന്ന് ഒരു സുനാമി കഴിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതെല്ലാം ഓഹരികളായിരിക്കും? ഇവിടെ സെയിലിനെ സംബന്ധിച്ച് ഗവൺമെന്റ് എടുത്ത മെഷർ തന്നെ, അല്ലെങ്കിൽ എക്കണോമിക് ക്രൈസിസ് തന്നെയാണ് ഇത്രയും ഫോൾ വരാനുള്ള. ഒരു കാരണവശാലും സെയിലൊന്നും ഇത്രയും ലോവർ ലെവലിലേക്ക് പോകാനുള്ള സ്റ്റോക്കല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിക്ഷേപകരൊക്കെ തന്നെ വീണ്ടും ഈ സ്റ്റോക്ക് മേടിക്കുക എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് പലപ്പോഴും പ്രൈസ് മൂവ് ചെയ്യും. അതിലും ശക്തമായിട്ട് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. അത് പലപ്പോഴും നമ്മൾ ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നത് റിലയൻസ് ആണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിലും L&T ആണെങ്കിലും, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കൊക്കെ 890 വരെ വന്നതിന് ശേഷം 3600, അങ്ങനെ എത്രയോ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ സെയിലൊക്കെ ഒരവസരത്തിൽ 50 ലെവൽ വന്നതിന് ശേഷമാണ് 200 ലെവലിലേക്ക് മൂവ് ചെയ്തത്. ഇപ്പോൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാത്ത ഡൗൺ സൈഡും ഉണ്ടാകും, പ്രതീക്ഷിക്കാത്ത അപ്പ് സൈഡും മാർക്കറ്റിൽ നമ്മൾക്കുണ്ടാകും. അപ്പോൾ ഒരു ബെയർ ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ വാല്യൂ ഇല്ല, അതൊരു ട്രേഡിംഗ് ടൂളായിട്ട് മാറും. ട്രേഡിംഗ് ടൂളായിട്ട് മാറുമ്പോൾ അതിന് വാല്യൂ ഇല്ല. സെല്ല് ചെയ്യുക അതൊരു ടൂളാണ്, താഴെ മേടിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ഓപ്പറേറ്റേഴ്സ് മാറും. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ കുറച്ച് സ്റ്റോക്കിൽ ഒന്ന് ബാങ്കിങ് സെക്ടറിൽ യൂണിയൻ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ കാനറ ബാങ്ക്. ഈ രണ്ട് സ്റ്റോക്കാണ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്, വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ്. കാനറ ബാങ്ക് 220-200 ലെവലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. യൂണിയൻ ബാങ്ക് 112, അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 87, ബിലോ 100 സേഫ് ആയിട്ടുള്ള ഒരു ബൈങ് തന്നെയാണ് യൂണിയൻ ബാങ്ക്. ദെൻ നമുക്ക് പരിഗണിക്കാവുന്ന പെട്രോനെറ്റ് LNG ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 112, 101 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ ഫാർമ സെക്ടറിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഫണ്ടമെന്റലി സൗണ്ടായി നിൽക്കുന്നത് സിപ്ല തന്നെയാണ്. വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ്. അടുത്തൊരു കറക്ഷൻ 370 ആണ് ഒരു മേജർ സപ്പോർട്ട് സോൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. സിപ്ല തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൽ കുമ്യൻസ് ഇന്ത്യ തീർച്ചയായിട്ടും ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ സ്റ്റോക്കൊക്കെ തന്നെ ഒരു പേഷ്യൻസ് ഇൻവെസ്റ്റേഴ്സ് കാണിക്കണം. ഒരു കാരണവശാലും ഒരു ലോൺ എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്ന രീതിയിൽ വാല്യുവേഷൻ ഫെയർ ഡിസ്കൗണ്ട് ആണെങ്കിലും ഒരു കാരണവശാലും ഇപ്പോഴത്തെ രീതിയിൽ ഒരു ലോൺ എടുത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ അഡ്വൈസബിൾ അല്ല. ഒരു ബാലൻസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ പോർഷൻ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിന്റെ വാല്യുവേഷൻ അട്രാക്റ്റീവ് ആയതുകൊണ്ട് ഒരു ചെറിയ പോർഷൻ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഞാൻ പലപ്പോഴും പറയുന്ന രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ആ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ബാങ്കിലാണ്. ആ ബാങ്കിനെ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയുള്ള ബാങ്കുകളുടെ സ്റ്റോക്കിന്റെ വാല്യൂ ആണ് ഒരു ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റിന്റെ ചെറിയൊരു പോർഷൻ തീർച്ചയായിട്ടും ആ ബാങ്കിന്റെ സ്റ്റോക്ക് മേടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. മൾട്ടി ഫോൾഡ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 6 വർഷം അല്ല 5 വർഷമാണ്. അതുപോലെ ഒരു പേഷ്യൻസോട് കൂടി ഇന്ത്യയിലെ വളരെ വളർച്ചയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആ ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഓരോ ഇൻവെസ്റ്റേഴ്സും ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. എത്രത്തോളം സ്റ്റോക്ക് താഴേക്ക് പോയിട്ടുണ്ടോ അതിലും ശക്തമായിട്ട് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് തിരിച്ചു വരും. അത് പേഷ്യൻസ് ഉള്ള നിക്ഷേപകർക്ക് മാത്രമേ അതിന്റെ ഗെയിൻ കിട്ടുകയുള്ളൂ. പേഷ്യൻസിന്റെ ആഴം കൂടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ദൈർഘ്യം കൂടിക്കൂടി വരുന്നു എന്ന ഒരു പരാതി നിക്ഷേപകർക്കുണ്ട്. കാരണം നമുക്കറിയാം സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം തുടങ്ങിയ ഒരു ക്ഷമയുടെ ഒരു നെല്ലിപ്പലകയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രത്യേകിച്ചും പല ഓഹരികളും ഈ MCX അല്ലെങ്കിൽ FTIL, യെസ് ബാങ്ക് ഒക്കെ വളരെ ഒരു എന്താ പറയുക, അനലിസ്റ്റുകളെല്ലാം കൂടെ മാധ്യമങ്ങളിലൂടെ റെക്കമെൻഡ് ചെയ്ത് വലിയ രീതിയിൽ വലിയ അളവിൽ വാങ്ങിക്കൂട്ടിയ ഓഹരികളാണ് പലരും. അതെല്ലാം താറുമാറാകുന്നതിന്റെ ഒരു ഇല്ല, ഇതിനകത്ത് യെസ് ബാങ്ക് നമ്മളൊരു 3 വർഷം മുമ്പ് യെസ് ബാങ്കിന്റെ റേറ്റ് എടുത്താൽ 150 ഉള്ളൂ. അവിടെ നിന്നാണ് ഇൻവെസ്റ്റേഴ്സിന് 560, 570 വരെയുള്ള റിട്ടേൺ നൽകി. ഒത്തിരി മാർക്കറ്റിൽ ഭയങ്കര ഫ്രൻസി അല്ലെങ്കിൽ ഒരു ഫാൻസി ഉണ്ടാക്കിയ ഒരു ഓഹരി എന്നുള്ള നിലയ്ക്ക് ധാരാളം പേർ അതിൽ നിക്ഷേപം എടുത്തിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പൊ പേഷ്യൻസ് ഇപ്പൊ വളരെ എല്ലാവരുടെയും പേഷ്യൻസ് നശിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എത്രത്തോളം പേഷ്യൻസ് എടുക്കുന്നു അതിലും ഞാൻ പറയുന്നു അതിലും ശക്തമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺ നൽകും. അപ്പൊ പേഷ്യൻസോടുകൂടി ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. നല്ല സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അത് തീർച്ചയായിട്ടും നല്ല റിട്ടേൺ തീർച്ചയായിട്ടും നൽകും. അതിന് യാതൊരു സംശയവും ഇൻവെസ്റ്റേഴ്സിന് വേണ്ട. ഏതായാലും ആ റീബൗണ്ട് അല്ലെങ്കിൽ ആ ശക്തമായ തിരിച്ചുവരവ് അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കാരണം വലിയ രീതിയിൽ നിക്ഷേപകർക്ക് പണം പോയി കിടക്കുകയാണ്. അത് യാതൊരു തർക്കവും സംശയവുമില്ലാത്ത കാര്യമാണ്. കേരളത്തിൽ നിന്നുള്ള കമ്പനികൾ പോലും പല കമ്പനികൾ NBFCകളായാലും ബാങ്കുകളായാലും എല്ലാം താഴേക്ക് തന്നെയാണ് കിടക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം കമ്പനികൾ കേരളത്തിൽ നിന്നുള്ള പല കമ്പനികളും ആവറേജ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ആ മോഡൽ പോർട്ട്ഫോളിയോയിലുള്ള ഓഹരികളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ വാങ്ങൽ നടത്താം, പുതിയ
നിക്ഷേപകർക്ക് കടന്നു വരാൻ ഇതിലും പറ്റിയൊരു ഒരു അവസരം ഇല്ല. അങ്ങനെ പല നിലയ്ക്ക് നോക്കിയാൽ അനുകൂലമായൊരു മാർക്കറ്റാണ്. പക്ഷേ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ സമയം അല്ലെങ്കിൽ അവർ കൂടുതൽ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.